3 പതിറ്റാണ്ടിലധികം പാലാ രൂപതയെ നയിച്ച ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലിന് ഇന്ന് 100ാം പിറന്നാളിന്റെ മധുരം. പാലാ രൂപതയുടെ ഇടയനെന്ന നിലയിൽ രൂപതയുടെയും അതിലൂടെ കേരള സഭയുടെയും വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച പിതാവിന് പ്രായത്തിൻ്റെതായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെയും സാമീപ്യത്തിലൂടെയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയ പിതാവ് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലും പ്രാർത്ഥനകളിലും പങ്കുചേരുകയും സഭയുടെയും സമൂഹത്തിന്റെയും മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും ക്രിയാത്മകമായി സംവദിക്കുകയും ചെയ്യുന്നു. കേരള സഭയിലെ നിരവധി മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ ബിഷപ്സ് ഹൗസിൽ മാർ പള്ളിക്കപ്പറമ്പിലിന്റെ 100ാം ജന്മദിനാഘോഷം നടക്കും. കൂത്താട്ടുകുളത്തിനടുത്ത് മുത്തോലപുരത്ത് പള്ളിക്കാപ്പറമ്പിൽ ദേവസ്യ കത്രി ദമ്പതികളുടെ 6 മക്കളിൽ 3ാമനായി 1927 ഏപ്രിൽ 10-നാണ് മാർ പള്ളിക്കപ്പറമ്പിലിന്റെ ജനനം. അമ്മയുടെ ബന്ധുവായിരുന്ന വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചനാണ് അദ്ദേഹത്തിന് മാമോദീസ നൽകിയത്. 1958 നവംബർ 23-ന് റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. റോമിലെ മലബാർ കോളേജിൽ പ്രീഫെക്ട്, പ്രൊപ്പഗാൻഡ കോളേജിലെ വൈസ് റെക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച മാർ പള്ളിക്കപ്പറമ്പിൽ വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ റെക്ടർ ആയിരിക്കവെയാണ് പാലാ രൂപതയുടെ സഹായമെത്രാനായി നിയമിതനാകുന്നത്. 1973 ഓഗസ്റ്റ് 15-ാം തീയതി കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ പാലാ രൂപതയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. തുടർന്ന് 8 വർഷത്തോളം വയലിൽ പിതാവിനോടൊപ്പം സഹായമെത്രാനായും പിന്നീട് 2.5 പതിറ്റാണ്ടോളം മെത്രാനായും അദ്ദേഹം പാലാ രൂപതയുടെ സാന്നിധ്യം വഹിച്ചു. ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് പണിത ചുവരിൽ ചിത്രം വരയ്ക്കുക മാത്രമായിരുന്നതിന്റെ ഉത്തരവാദിത്വമെന്നാണ് പള്ളിക്കപ്പറമ്പിൽ പിതാവിന്റെ പക്ഷം. 2004-ൽ 77-ാമത്തെ വയസ്സിലാണ് പാലാ രൂപതയുടെ മെത്രാൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്. ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ പരിപാലനയായി മനസ്സിലാക്കുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾ കൂടുതലാണ്, പരാതിപ്പെടാൻ യാതൊന്നും കാണുന്നില്ല. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ശാലോമിന് നൽകിയ അഭിമുഖത്തിൽ മാർ പള്ളിക്കപ്പറമ്പിൽ പറഞ്ഞ ഈ വാക്കുകൾ പിതാവിന്റെ ആത്മീയതയുടെ ആഴം വ്യക്തമാക്കുന്നു.